ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്യാമ്പസ് സിനിമയായിരുന്നു ക്ലാസ്മേറ്റ്സ്. ഈ സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് രാധിക അവതരിപ്പിച്ച റസിയ എന്ന കഥാപാത്രം. കാവ്യ മാധവൻ ക്ലാസ്മേറ്റ്സിന്റെ കഥ വായിച്ചു കഴിഞ്ഞ് റസിയയുടെ റോൾ തനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നുവെന്ന് ലാൽ ജോസ് പറയുന്നു. എന്നാൽ ആ കഥാപാത്രം കാവ്യ ചെയ്താൽ ശരി ആകില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. ലാൽ ജോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ കാവ്യ മാത്രം അവിടെ വന്നില്ല. എനിക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ഇവിടെ എല്ലാവരും റെഡിയായി വരാൻ പറഞ്ഞപ്പോൾ കാവ്യയെ കാണാനില്ല. എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ കാവ്യ കരഞ്ഞുകൊണ്ട് കണ്ണിൽപ്പെടാതെ മാറിയിരിക്കുന്നു. കഥ കേട്ടപ്പോൾ ഇമോഷണൽ ആയിരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷേ കാവ്യയുടെ പ്രശ്നം അതല്ല. ഈ പടത്തിൽ നായിക ഞാനല്ല, റസിയയാണ് നായിക. ആ റോൾ ഞാൻ ചെയ്യാം. ഈ റോൾ വേറെ ആരെയെങ്കിലും കൊണ്ട് ചെയ്യിക്കൂ എന്ന് കാവ്യ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ആ റോൾ കാവ്യയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കാവ്യയെ പോലെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടർ റസിയയുടെ റോൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഈ കഥാപാത്രത്തിന് എന്തോ ഒരു പരിപാടി ഈ സിനിമയിൽ ചെയ്യാനുണ്ടെന്ന്. അതോടെ സിനിമയുടെ സസ്പെൻസും മറ്റുമൊക്കെ പോകും. അതുകൊണ്ട് ആ റോൾ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ കാവ്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. താര തന്നെയാണ് സിനിമയുടെ നായിക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം കൺവിൻസ് ചെയ്യിച്ചിട്ടാണ് പിന്നെ കാവ്യയെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത്. ലാൽ ജോസ് പറഞ്ഞു നിർത്തി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.